ഇതെന്തെന്നറിയാമോ? നമ്മൾ ഈ സേമിയൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പോലെ ഗോതമ്പിൽ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റും. ഇതെല്ലാം ഇപ്പോൾ കടകളിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇങ്ങനെയുള്ള പാക്കറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഞാനിത് വാങ്ങി ഞാൻ ആദ്യം പുട്ടും ഉണ്ടാക്കാം, ഉപ്പുമാവും ഉണ്ടാക്കാൻ കിട്ടും. ഞാൻ പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഞാനത് വീഡിയോ എടുത്തില്ല. അതുകൊണ്ട് ഞാനൊരു ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോയിലൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ്. ഇതിപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇതിൻ്റെ ഹാഫ് മതി, ഹാഫ് ഞാൻ എടുത്തിട്ടുണ്ട്. ഹാഫ് എടുത്ത് ഒന്ന് നല്ലവണ്ണം ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇത് നല്ലവണ്ണം കുതിർക്കാൻ വയ്ക്കുക. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ നല്ല കുതിർന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പോലെ ചീനിച്ചട്ടിയിലിട്ടിട്ട് കടു വറക്കാനായിട്ട് വെളിച്ചെണ്ണ, പച്ചമുളക് വേണമെങ്കിൽ എടുക്കാം, മുളക്, ഇഞ്ചി ഇതെല്ലാം കൂടി ഇട്ടൊന്ന് കടുക് വറുത്തിട്ട് ഈ കുതിർത്ത് വച്ചിരിക്കുന്നത് വെള്ളത്തിൽ നിന്ന് മാറ്റി ഒന്ന് തോരാൻ വച്ചതിന് ശേഷം അതിനെടുത്ത് അതിലോട്ട് ഇട്ടൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേകുമ്പോൾ തന്നെ ഉപ്പുമാവ് റെഡിയാകും. അതിൻ്റെ മീതെ ഒരല്പം തേങ്ങയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നോക്കിക്കേ, അടിപൊളിയായിട്ടുള്ള ഉപ്പുമാവ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും നല്ല തുറതുറായിരിക്കുന്ന ഉപ്പുമാവ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക. ഗോതമ്പ് ഷുഗറും അതും ഇതുമൊക്കെ ഉള്ളവർക്ക്, ഗോതമ്പ് മാത്രം കഴിക്കുന്നവർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണ്. രാവിലത്തേക്ക് വേണമെങ്കിൽ, രാത്രിയിലത്തേക്ക് വേണമെങ്കിൽ, കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇത് കൊടുക്കാൻ നല്ല ടേസ്റ്റായിട്ട് അതാകണ്ടായിരിക്കുന്നുണ്ട്. ഇതിൽ വേണമെങ്കിൽ കുറച്ച് പുതിനയിലയോ മല്ലിയിലയോ എന്ത് വേണമെങ്കിലും ഇതിൽ ചേർത്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഓക്കെ, ബൈ.